അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ദക്ഷിണ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഓസ്ട്രേലിയയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് ഗാംബിയറിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് മൗണ്ട് ഗാംബിയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, അതായത് അഡിലേഡ് സൗത്ത് ഓസ്ട്രേലിയക്കാർക്കും അതുപോലെ തന്നെ വിക്ടോറിയയിലും ഉള്ളവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു സമ്മർ വിനോദ സഞ്ചാര കേന്ദ്രമായതെന്നും എന്തുകൊണ്ടാണ് മൗണ്ട് ഗാംബിയർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാകാൻ തക്കതായ എന്ത് പ്രകൃതി ഒരുക്കിയ എന്ത് മനോഹാരിതയാണ് ഈ നാടിനുള്ളത് എന്നുമുള്ള ഒരു കുഞ്ഞൊരു എന്നാ പറയുക ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയുമായിട്ട് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് കേട്ടാലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇവിടുത്തെ ദക്ഷിണ ഓസ്ട്രേലിയയിലെ അല്ലെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയയിലെ മൗണ്ട് ഗാംബിയറിനെ കുറിച്ചാണ്. മൗണ്ട് ഗാംബിയർ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ സമ്മറിലാണ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നത്. സമ്മറിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുതലും വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിരിക്കുന്ന ബ്ലൂ ലേക്ക് നീല കളർ, തടാകത്തിലെ വെള്ളം നീല കളറാകുന്നു എന്നതുകൊണ്ടാണ്. ഈ തടാകത്തിലെ വെള്ളം നവംബർ മുതൽ മാർച്ച് മാസം വരെയുള്ള സമയങ്ങളിൽ നല്ല കാൽസിലിക് നല്ലൊരു ക്രിസ്റ്റൽ ബ്ലൂ കളറുള്ള ഒരു നല്ല മനോഹരമായൊരു ബ്ലൂ കളറുള്ള ലേക്കായി മാറും. അല്ലാത്ത സമയങ്ങളിൽ ഈ ലേക്കിൻ്റെ കളറ് ഗ്രേ കളറായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തടാകത്തിന് നീല കളർ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഹിസ്റ്ററി നമുക്ക് കുറച്ചും കൂടി പുറകോട്ട് പോയി കാണേണ്ടി വരും. അതായത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ മൗണ്ട് ഗാംബിയർ എന്ന് പറയുന്ന ഒരു സ്ഥലം സജീവമായ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. വോൾക്കാനോ ഇറപ്ഷനുകൾ ഒത്തിരിയധികം നടന്നുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയയിലെ ഒരു മെയിൻ ഒരു സ്ഥലമായിരുന്നു മൗണ്ട് ഗാംബിയർ എന്ന് പറയുന്നത്. പിന്നീട് ഈ അഗ്നിപർവ്വതങ്ങൾ നിർജ്ജീവമാവുകയും ആ പണ്ടത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ ഈ സ്ഥലത്തെ ഭൂതല പ്രകൃതി കുറേയധികം കുഴികളാലും സിങ്ക് ഹോളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ണാമ്പുകല്ലുകൾ എന്നാണ് പണ്ട് പറയപ്പെടുന്നത്. ചുണ്ണാമ്പുകല്ലുകൾ അല്ലെങ്കിൽ ലൈം സ്റ്റോണുകൾ നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ മൈൽ സ്റ്റോണുകൾ ഉണ്ടാവുകയും ഈ മൈൽ സ്റ്റോണുകൾക്ക് കട്ടി കുറയുന്നത് മൂലം പെട്ടെന്ന് തന്നെ അടർന്നു മാറുമ്പോൾ ഭൂമിയിൽ എന്നാ പറയുക പെട്ടെന്ന് തന്നെ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ വലിയൊരു കുഴി ഉണ്ടാകപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കിപ്പെട്ട കുറേയധികം സിങ്ക് ഹോളുകളാലും അതുപോലെ തന്നെ ലൈം സ്റ്റോണുകൾ, സിങ്ക് ഹോളുകൾ, തടാകങ്ങൾ, കുറേയധികം ഗുഹകൾ, അങ്ങനെ പ്രകൃതി തന്നെ ഒരുക്കിയ വൈവിധ്യങ്ങളായ എന്നാ പറയുക പ്രകൃതിയുടെ രൂപങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൗണ്ട് ഗാംബിയറിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് നമ്മുടെ സമ്മർ സീസണിൽ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് തണുപ്പാണ്. ഒരു 16-17 ഡിഗ്രികൾ നമുക്ക് അത്യാവശ്യം സ്വെറ്ററൊക്കെ ഇട്ട് നടക്കേണ്ട ഒരു കാലാവസ്ഥയാണ്. നമുക്കിപ്പം എന്നാ പറയുക വിനോദസഞ്ചാരികൾക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് മൗണ്ട് ഗാംബിയർ ഉള്ളത്. അപ്പം ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഈ വോൾക്കാനോ ഇറപ്ഷൻ മൂലം ഉണ്ടായ ഒരു ലൈം സ്റ്റോൺ പൊട്ടി വലിയൊരു സിങ്ക് ഹോൾ ഉണ്ടായ നമ്മുടെ ഇവിടുത്തെ മൗണ്ട് ഗാംബിയറിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതൊരു ഗാർഡനാണ്. ഈ ഗാർഡൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സിങ്ക് ഹോളാണ്. സിങ്ക് ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ മണ്ണിടിച്ചിലൊക്കെ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നൊക്കെ. അപ്പോൾ ഈ ഭൂഗർഭത്തിൽ നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ വലിയൊരു എന്നാ പറയുക മണ്ണൊലിപ്പ് നടക്കുകയും പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്നാ പറയുക ഭൂമിയിൽ ഒരു കുഴി നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു പ്രകൃതിയുടെ തന്നെ. അപ്പോൾ ആ കുഴി കുറേ നാളുകൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അത് 1886 അവരെന്നാ ചെയ്തു, നമ്മുടെ കമ്മ്യൂണിറ്റി സെൻറ്ററുകാരും ഇവരെല്ലാവരും കൂടെ വന്ന് ഇത് ഒരു നല്ലൊരു എന്നാ പറയുക ഒരു ഹാങ്ങിങ് ഗാർഡൻ പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും ചെയ്തു. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മളിപ്പോൾ മൗണ്ട് ഗാംബിയർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അംബർസൺ സിങ്ക് ഹോൾ എന്ന് പറയുന്ന ഈ സിങ്ക് ഹോള്. ഈ സിങ്ക് ഹോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ചെന്നിട്ട് മേലോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ മേൽക്കൂരകളെല്ലാം അതിമനോഹരങ്ങളായ പൂക്കളാലും അതുപോലെ തന്നെ പൂത്തു നിൽക്കുന്ന മരങ്ങളാലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണ്. അതുകൂടാതെ നമുക്കിതിൻ്റെ ഈ സിങ്ക് ഹോളിൻ്റെ സൈഡുകളിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് ഐവി എന്ന് പറയുന്നൊരു ചെടി കാണാം. ഈ ഹാങ്ങിങ് ഐവി എന്ന് പറയുന്നത് നമുക്ക് താഴോട്ട് ചെല്ലുമ്പോഴാണ് ശരിക്കും ഡീപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്രീൻ ഇലയില്ലേ, നമ്മുടെ
മണി പ്ലാന്റ് പോലെ കിടക്കും. അതുപോലത്തെ കുറച്ച് ഹാങ്ങിങ് ഐവി എന്ന് പറയുന്നൊരു ചെടികളുണ്ട് ഈ സിങ്ക് ഹോളിൽ. ആ ചെടികളുടെ ആയുസ് എന്ന് പറയുന്നത്, ഇവിടെ കിടക്കുന്ന ചില ഐവി ചെടികൾ 100 വർഷത്തിൽ മേലെ പഴക്കമുള്ളതാണ് എന്നുള്ളതാണ് ആ ചെടികൾക്കുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹാങ്ങിങ് ഐവികൾ, 100 വർഷത്തിൽ മേലെ പഴക്കമുള്ള ഈ ഹാങ്ങിങ് ഐവികളും അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സിങ്ക് ഹോള്, ഒംഫർസൺ സിങ്ക് ഹോൾ കാണാൻ വരേണ്ടത് രാത്രിയിലാണ്. യാദൃശ്ചിക വെച്ചാൽ ഞങ്ങൾ ചെന്നത് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ. ഈ രാത്രിയിൽ ഇവിടെ ചെല്ലുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ പോസം എന്ന് പറയുന്ന ഒരു ആനിമൽസ് ഉണ്ട്, വൈൽഡ് ആനിമൽസ്. നമുക്ക് ഈ പോസം ആനിമൽസ് രാത്രികളിൽ പുറത്തോട്ട് വരികയും നമുക്ക് അവരെ, വൈൽഡ് ആനിമൽസാണ്, അവരെ നമുക്ക് കാണാനൊരു ക്യൂട്ട് അണ്ണാനെ പോലെ ഇരിക്കും കേട്ടോ. അപ്പം നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമ്മുടെ സാധാരണ റാബിറ്റൊക്കെ കഴിക്കുന്ന ക്യാരറ്റും കിഴങ്ങുകളും അങ്ങനത്തെ വർഗ്ഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കും. അപ്പം ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ 3 കാര്യങ്ങളാണ്. പ്രകൃതി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു സിങ്ക് ഹോള്, ആ സിങ്ക് ഹോള് ഒരു ഗാർഡൻ ആക്കിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈവനിങ്ങിൽ അവിടെ താമസിക്കുന്നവർക്കും വിനോദസഞ്ചാരികൾക്കൊക്കെ വന്ന് കാണുമ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇടും നൈറ്റ് ടൈമിൽ. അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ഇത് കാണാനും നമുക്ക് പോസം ആനിമൽസിനെ എന്താ പറയുക ഫീഡ് ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുകയും ചെയ്യും. ആ ഒരു സിങ്ക് ഹോളാണ് ഇത്. പിന്നെ ഇവിടെ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂ ലേക്കിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ഇതിനകത്ത് ആഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ സിങ്ക് ഹോളിൻ്റെ ഫുള്ളൊന്ന് കണ്ടേച്ച് വന്നാലോ. ഇതാണ് നമ്മുടെ സിങ്ക് ഹോളിൻ്റെ ഏറ്റവും എൻഡ് നമുക്ക് പോകാവുന്നത്. ഇതിൻ്റെ താഴോട്ട് നമുക്ക് നോക്കുമ്പം വലിയ ഒരു കുഴി കാണാം. ഈ കുഴി നമ്മൾ കാണുന്ന ആ കുഴിയിനേക്കാളും അഗാധത്തിലോട്ടത് പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞൊരു ഹോൾസാണ്, പക്ഷേ അതിൻ്റെ അടി നമുക്ക് കണ്ട് എത്താൻ സാധിക്കത്തില്ലെന്നാണ് ഉള്ള ഒരു ഇതാണ് ഈ സിങ്ക് ഹോളിൻ്റെയൊക്കെ ഒരു മെയിൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇങ്ങനെ സിങ്ക് ഹോളിൻ്റെ സ്റ്റോറി വായിച്ചപ്പോഴാണ് നമ്മുടെ കോലാലംപൂർ, നമ്മുടെ മലേഷ്യയിൽ ഒരു സിങ്ക് ഹോൾ പെട്ടെന്ന് തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു പണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. അതായത് ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ റോഡിൽ വലിയൊരു സിങ്ക് ഹോൾ നിർമ്മിക്കപ്പെടുകയും ആ സ്ത്രീ അപ്രത്യക്ഷയാകുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ സ്ത്രീയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു റെസ്ക്യൂ ടീം തന്നെ വന്ന് അവർ റെസ്ക്യൂ ചെയ്യാൻ നോക്കിയെങ്കിലും വളരെ അഗാധത്തിലോട്ട് ഇങ്ങനെ ആഴ്ന്നു പോകുന്നൊരു ഹോള് തന്നെയായിരുന്നു. അതിനുവേണ്ടി പിന്നെ അവർ ഡൈവിംഗ് വിദഗ്ധരെ കൊണ്ടുവന്നു. പക്ഷേ ഡൈവിംഗ് വിദഗ്ധർ നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെന്ന് അവർ നമുക്ക് അവർക്ക് ഓക്സിജൻ കിട്ടുന്ന അത്രയും വരെ അവർ ഡൈവ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അടി മുഴുവനും ഡ്രൈനേജും അതുപോലെ തന്നെ ഗ്രാവിറ്റിയാൽ സക്ക് ചെയ്യുന്ന, ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന വലിയ ആഴമേറിയ വലിയൊരു ഗുഹ പോലത്തെ ഒരു സാധനമാണ് താഴോട്ട് കണ്ടത്. ഈ സിങ്ക് ഹോളുകളുടെ എല്ലാം മെയിൻ അതാണ്. നമുക്ക് നമ്മുടെ കണ്ണ് കാണുന്നതിനേക്കാളും ഉള്ളിലോട്ട് ചിലപ്പോൾ വലിയ അഗാധമേറിയ കുഴികളുണ്ടാകും എന്നുള്ളതാണ്, സേഫല്ല. അപ്പം ഇതാണ് നമ്മുടെ സിങ്ക് ഹോളിനെ കുറിച്ചൊരു കഥ, മൗണ്ട് ഗാംബിയർ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ നമ്മുടെ ബ്ലൂ ലേക്ക്, ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായ ബ്ലൂ ലേക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റും ഹായ് ഒക്കെ ഇടും കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും ബൈ ബൈ.